ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും V4 ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു JBLൻ്റെ ഒരു ആംപ്ലിഫയറാണ്. നമ്മൾ വണ്ടികളിലേക്കൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു JBLൻ്റെ ഒരു ആംപ്ലിഫയറാണ്. അതെങ്ങനെയാണ് അസംബിൾ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിലേക്കായിട്ടത് ഒരു മെറ്റലിൻ്റെ ഒരു ക്യാബിനാണ്. എല്ലാ ഷോപ്പുകളും മേടിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. അതേമാതിരി തന്നെ അതിൻ്റെ ഡയല്, അതിൽ സബും ലെഫ്റ്റും റൈറ്റും ഉണ്ട്. പിന്നെ ബാസ്, ട്രിബിള്, അങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോൾസ്. പിന്നെ ഒരു സ്വിച്ച്, നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച്, പിന്നെ ഒരു സ്പീക്കർ സോക്കറ്റ്, പിന്നെ ഒരു 3 ഇഞ്ചിൻ്റെ മെറ്റൽ ഗ്രില്ലാണ് ഫാനിന് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 3 ഇഞ്ച് ഫാൻ, ഒരു USB പാനൽ, ബ്ലൂടൂത്തൊക്കെയുള്ള USB പാനൽ, പിന്നെ ഒരു 4 വോളിയം കൺട്രോള്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിന് വേണ്ടിയിട്ട് 4440ൻ്റെ BTയോട് കൂടിയിട്ടുള്ള ഒരു ബോർഡാണിത്. ഫാസ്റ്റബിൾ ബോർഡ് അതിൽ തന്നെ ഉണ്ട്. നമുക്കൊരു BTയുടെ ബോർഡാണ് പിന്നെ ആവശ്യമുള്ളത്. പിന്നെ സബ് ഫിൽറ്റർ ബോർഡ്, LM324 വെച്ചുള്ള സബ് ഫിൽറ്റർ ബോർഡാണത്. പിന്നെ ഒരു മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ആംപിൻ്റെ ബോർഡ്, IRF 240 9240 വെച്ചിട്ടുള്ള ഒരു മോസ്ഫെറ്റിൻ്റെ ബോർഡാണിത്. അതേപോലെ തന്നെ SMBS, നല്ല ഹെവി ആയിട്ടുള്ള SMBS ആണ്. JBLൊക്കെ ചെയ്യുമ്പോൾ ഇതേമാതിരി ഹെവി ആയിട്ടുള്ള SMBS ചെയ്യണം, എന്നാലും ശരിക്കുള്ള വർക്കിങ് കിട്ടുള്ളൂ. ടൊറോയിഡലിൻ്റെ കോർ വെച്ചിട്ടാണ് ചെയ്തേക്കണത്. ഈ SMBS ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ഈ ഇതിലുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഈ SMBS. അപ്പോൾ നമുക്ക് അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഫൈബറിൻ്റെ ഡയൽ നമുക്ക് ഈ ക്യാബിനിൽ ഒട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സ്വിച്ചൊന്ന് ആദ്യം വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവ് കിട്ടും. ചിലപ്പോൾ അത് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം സ്വിച്ച് വയ്ക്കാം. സ്വിച്ച് വെച്ചിട്ടൊന്ന് വെച്ച് നോക്കി നോക്കാം, കറക്റ്റ് അല്ലേ നോക്കി നോക്കാം. കറക്റ്റാണെങ്കിൽ നമുക്ക് പശ വെച്ച് അത് ഒട്ടിക്കാം. നമ്മുടെ ഈ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ പശയാണ് ഉപയോഗിക്കുന്നത്. കയ്യിലൊട്ടിക്കാനൊക്കെ ആയിട്ട് ആ പശ മതി, അത് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡയലെടുത്ത് ഒന്ന് വെച്ച് ഇതേമാതിരി ഒന്നെടുക്കുക. ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലനെ വയ്ക്കാം. കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തായി നമുക്ക് അതിൻ്റെ ഫാൻ സെറ്റ് ചെയ്യാം. ഫാൻ നമ്മൾ ആ ഗ്രില്ല് വെച്ചിട്ട് സ്ക്രൂ വെച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർ സോക്കറ്റ് ഉറപ്പിക്കാം. അടുത്തായിട്ട് ഈ വക സാധനങ്ങളൊക്കെ ഉറപ്പിക്കാനായിട്ടുള്ള ഡ്രില്ലിങ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഡ്രില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. അതിനായിട്ട് നമുക്ക് SMBS ആദ്യം വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ബോർഡ് SMBSൻ്റെ ഇപ്പുറത്താണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഫിൽറ്റർ ബോർഡ് വെച്ചു. അതിനുശേഷം ലെഫ്റ്റ് റൈറ്റ് ബോർഡ് വെച്ചു. ഇനി അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആംപിൻ്റെ ബോർഡ്, സബ്വൂഫർ-ആംപിൻ്റെ ബോർഡ് വെച്ചു. ഇതൊക്കെ വെച്ചതിന് ശേഷം നമുക്കിത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രില്ല് ചെയ്യാം. നമുക്കിത് മാർക്ക് ചെയ്യാം. നമ്മൾ
ഇനി ഡ്രില്ല് ചെയ്യാൻ പോണതിന് മുന്നേ അതെന്തെങ്കിലും ഒരു ആണി വെച്ചിട്ടൊന്ന് അടിച്ച് മാർക്ക് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള പോയിന്റിൽ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്കത് ചെയ്യാം. ഇനി നമുക്ക് ഡ്രില്ല് ചെയ്തെടുക്കാം. എല്ലാ ഹോളും നമുക്ക് ഡ്രില്ല് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഇതിൽ അസംബിൾ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് റൈറ്റ് ബോർഡാണ്. 44-40 വെച്ചുള്ള ലെഫ്റ്റ് റൈറ്റ് ബോർഡാണ്. അതിൽ ബാസ് ട്രബിൾ അടക്കുള്ളതാണ്. നമുക്കിനി അതിൻ്റെ വയറിങ് ആദ്യം ചെയ്യാം. നമ്മൾ റിബൺ വയർ വെച്ചിട്ടാണ് ഇത് വയറിങ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കറക്റ്റ് അളവ് കൊടുത്തിട്ട് റിബൺ വയറുകൾ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സോൾഡറിങ് ചെയ്തെടുക്കാം. വയറുകൾ കറക്റ്റായിട്ട് നമുക്ക് സോൾഡറിങ് ചെയ്യാം. നമ്മുടെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഉളയണ്ടോളൊക്കെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്യാബിനിലേക്ക് നമുക്ക് നട്ട് ബോൾട്ട് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാം. നമുക്ക് സ്പീക്കർ വയറൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം സ്പീക്കർ സോക്കറ്റിലേക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫാനിൻ്റെ കണക്ഷൻ സോൾവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് USB ഫാനുണ്ട്. USB ഫാനിൽ സോൾവ് ചെയ്യാം. USB ഫാനിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഈ ലെഫ്റ്റ് റൈറ്റ് ബോർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. എന്നിട്ട് നമുക്ക് സപ്ലൈ വയർ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് സ്പീക്കർ വയർ കണക്ട് ചെയ്യാം. നമുക്ക് 2 ചാനലും ചെക്ക് ചെയ്ത് നോക്കി നോക്കാം കറക്റ്റ് അല്ലേന്ന്. അടുത്തായി നമുക്ക് അതിൻ്റെ പവർ സപ്ലൈ വയറിങ് ചെയ്യാം. സോൾവ് ചെയ്തെടുക്കാം. നമുക്ക് അതിൽ മെയിനായിട്ട് വരുന്നത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ്, ബാറ്ററിയിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ്. അതിനുശേഷം റിമോട്ട് എന്ന് പറഞ്ഞിട്ടൊരു കണക്ഷൻ വരും. നമുക്ക് ചാവി വഴിക്ക് ഓണാകാനായിട്ടുള്ള ഒരു കണക്ഷൻ വരും. അതുമാതിരി തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് 27 വോൾട്ട്, മൈനസ് 27 വോൾട്ട്, പിന്നെ ഒരു ഗ്രൗണ്ട്. അത് 3 നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഈ റിമോട്ട് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ സ്വിച്ച് വഴിക്കാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്വിച്ചിൽ നിന്നുള്ള ഒരു കണക്ഷനാണ് ഇത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ. അപ്പോൾ ആ കണക്ഷൻ കൂടി നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ബോർഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും സോൾഡർ ചെയ്യാം. പിന്നെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ റിമോട്ടിൻ്റെ കണക്ഷൻ തന്നെയാണ് കൊടുക്കുക. നെഗറ്റീവ് കോമൺ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് സോൾഡർ ചെയ്യാം നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് ചാവി എന്നുള്ള സപ്ലൈ കൊടുക്കാനായിട്ടുള്ള സ്വിച്ചിലേക്കുള്ള സപ്ലൈ കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം സോൾവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വയറ് നമുക്ക് പുറത്തേക്ക് ഇടാം. ഇനി നമുക്ക് SMBS 8 വോൾട്ട് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. 8 വോൾട്ട് വയ്ക്കുമ്പോൾ നമ്മൾ സ്പേസർ വെച്ചിട്ട്, അതായത് SMBS ബോഡിയിൽ
ഈ മെറ്റൽ ബോഡിയിൽ തട്ടാത്ത രീതിയിൽ സ്പേസർ വെച്ചിട്ട് വേണം നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനി നമുക്ക് SMBSൻ്റെ റിമോട്ട് കണക്ഷൻ നമുക്ക് സ്വിച്ചിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. ഈ വയറുകളൊക്കെ ഒന്ന് ശരിക്കും ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫിൽട്ടർ ബോർഡ് എടുത്തിട്ട് വയറിങ് ചെയ്യാം. ഫിൽട്ടർ ബോർഡിൽ മെയിനായിട്ട് നമുക്ക് ഒരു ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട്, അതേമാതിരി കോമൺ ഔട്ട്പുട്ട്, അതേമാതിരി തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട്, ഈ സപ്ലൈയാണ് വരുന്നത്. നമ്മൾ വയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ USB എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിലേക്കാണ് കൊടുക്കുന്നത്. ആ ഔട്ട്പുട്ട് തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റിൻ്റെ ഈ 4440 ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആ USB എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നേരെ 4440 സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പാസ്റ്റോണിൻ്റെ ഇൻപുട്ട് വന്ന് 4440ൻ്റെ ആ ഇൻപുട്ടിലേക്ക് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി പോസിറ്റീവും നെഗറ്റീവും ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടുള്ള സബ് ബൂഫർ ആംപ്ലിഫയറിലേക്ക് തന്നെ അതിൻ്റെ സപ്ലൈയിലേക്ക് തന്നെ കൊടുക്കാം. സബ് ബൂഫറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നേരെ വോളിയം കൺട്രോൾ വഴി നേരെ സബ് ബൂഫറിൻ്റെ ആംപ്ലിഫയറിലേക്ക് പോകണം. അങ്ങനെ അതിൻ്റെ വയറിങ് വരിക. ഇനി നമുക്ക് സബ് ബൂഫർ ആംപ്ലിഫയർ ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. നമുക്ക് ഇനി നമുക്ക് സബ് ഫിൽട്ടർ ബോർഡിൻ്റെ സപ്ലൈ വയറുകൾ സോൾവ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് SMBS എന്ന് വരുന്ന സപ്ലൈ നമുക്ക് സബ് ബൂഫർ ബോർഡിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സബ് ബൂഫർ ബോർഡ് എന്ന് പറയുന്നത് 2 ആമ്പ് വെച്ചിട്ടുള്ള ബോർഡാണ്. അപ്പോൾ നമ്മൾ ആ 2 ആമ്പിൻ്റെ പവർ സപ്ലൈ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്കത് നമ്മൾ ജോയിൻ ചെയ്യാം. ഈ സബ് ആമ്പിൻ്റെ ഔട്ട്പുട്ട് വയറുകൾ സോൾവ് ചെയ്തെടുക്കാം. സബ് ബൂഫറിലേക്കുള്ളത് 2 വയറ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഇത് പുറത്തേക്ക് ഇടാം. ഇനി നമുക്ക് സബ് ബൂഫറിലേക്കുള്ള ഇൻപുട്ട് സോൾവ് ചെയ്യാം. നമ്മൾ വോളിയം കൺട്രോൾ എന്നാണ് വരിക. നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഉത്തരം തരാം. ഇതേമാതിരിയുള്ള ഇലക്ട്രോണിക് സംബന്ധമായ വീഡിയോസാണ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.